ഫോട്ടോഷോപ്പിന്റെ ഷോർട്ട് കട്ട്സ് ഫോട്ടോഷോപ്പിന്റെ അകത്തുനിന്ന് തന്നെ HTML ഫയലായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളത് നോക്കിയാലോ. ഈ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ഡേ 37 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഷോർട്ട് കട്ട്സ് എടുക്കാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് കെ പ്രസ് ചെയ്യാം. കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് ആൻഡ് മെനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനൽ ഓപ്പൺ ആയി വരും. ആ പാനലിന്റെ അകത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സമ്മറൈസ് ഉണ്ടാവും. ഈ സമ്മറൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡെസ്റ്റിനേഷൻ ഫോൾഡറിലേക്ക് ഒന്ന് സേവ് ചെയ്തിടുക. ഇതിപ്പോൾ ഞാൻ ഡെസ്റ്റിനേഷൻ ഫോൾഡറിലേക്ക് ഒന്ന് സേവ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഞാനൊന്ന് ഫോട്ടോഷോപ്പ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫയലായിട്ട് ഫുള്ള് കിട്ടും. ഇതിലിപ്പോൾ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെയായിട്ടായിരിക്കും വരിക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് ആൻഡ് മെനു പാനലിനകത്ത് ഇങ്ങനത്തെ ഉള്ള ഒരു ഓപ്ഷനിൽ ഇവിടെ ഈ ഒരു സംഭവങ്ങളിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷോർട്ട് കട്ട്സ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, വേറെ പുതിയൊരു സിസ്റ്റത്തിലോട്ട് മാറി, പക്ഷേ നിങ്ങൾ കുറച്ച് ഷോർട്ട് കട്ട്സും ഷോർട്ട് കീസ് ഒക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത ലാപ്ടോപ്പിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതും ഇതിന്റെ ഷോർട്ട് കട്ട്സും എക്സ്പോർട്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ ഷോർട്ട് കട്ട്സോടുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.